ഇതിനകത്ത് എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ടാവുന്ന അതനുസരിച്ചിരിക്കും. മൂന്ന് ഡയമെൻഷൻസിൽ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എയർ പൊല്യൂഷൻ, കാരണം ഇത് മുഴുവൻ കത്തിയിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളിപ്പോൾ വിൻഡ് ഡയറക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ബ്ലോയിങ് ടുവേർഡ്സ് ദ ലാൻഡ്, നമ്മുടെ ലാൻഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. സെക്കൻഡ്, ഇതിനകത്ത് ഉള്ള ടോക്സിക് സബ്സ്റ്റൻസസ് അത് കത്തിപ്പോയി കഴിഞ്ഞാൽ കത്തിപ്പോവും. പിന്നെ അത് അപ്പോൾ മെറീൻ പൊല്യൂഷൻ കുറവായിരിക്കും. അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് വീണ് പോയി കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ് ഫിസിക്കലി റിക്കവർ ചെയ്ത് ഏതെങ്കിലും ബാർജിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അത് വെതർ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഒരു ഷെൽട്ടേർഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷേ എനി വിച്ച് വേ ആ കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ കിടക്കുന്തോറും അത് മെറീൻ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ തേർഡ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രക്ചറൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, ഷിപ്പ് ബ്രേക്കപ്പ് ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവൽ ഓയിൽ പുറത്തു വരും. അതിൻ്റെ ഇമ്മീഡിയറ്റ് പൊല്യൂഷൻ റിസ്ക്കും അതിൻ്റെ പെർസിസ്റ്റൻറ്റ് പൊല്യൂഷൻ റിസ്ക്കും അത് ഇറ്റ് ക്യാൻ ബി സബ്സ്റ്റാൻഷ്യൽ. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിൽ ബൂംസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ബൂംസ് ഇടാം. അത് ഓയിൽ സ്ലിക്കിൻ്റെ ബോർഡറിലിടാം. അവർക്ക് കെമിക്കൽ ഡിസ്പേഴ്സൻ്റ് ഉണ്ട്, ഓയിൽ സ്ലിക്ക് ഡിസ്പേഴ്സ് ചെയ്യാവുന്ന സാധനമുണ്ട്. പിന്നെ സ്കിമ്മേഴ്സ് ഉണ്ട്, അത് ഓയിൽ കളക്ട് ചെയ്യാൻ പറ്റും, സീ വാട്ടറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഒരു ക്വാണ്ടിറ്റി വരെ പറ്റുള്ളൂ. 100% പൊല്യൂഷൻ പ്രൂഫ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നന്ന്. അല്ലെങ്കിൽ there will be chances of pollution. അത് ഷോറിലേക്ക് പൊല്യൂഷൻ അല്ലെങ്കിൽ ഫുഡ് ചെയിനിലേക്ക് പൊല്യൂഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്.